ഹല്ലേലൂയ. മോവാബ് എന്ന് പറയുന്ന നാട്ടിലെ ജനങ്ങളോട് പ്രവാചകൻ പറയുക, നിങ്ങൾ നഗരം വിട്ട് അകലുവിൻ എന്ന് വെച്ചാൽ സിറ്റിയിൽ ജീവിക്കേണ്ടെന്ന് ആണോ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നഗരം എന്ന് പറഞ്ഞത് എപ്പോഴും തിരക്കുകളുടെ സ്ഥലമാണ്, അല്ലേ? ഗ്രാമപ്രദേശത്തെ തിരക്കാണോ നഗരത്തിലെ തിരക്ക്? ഇപ്പം നഗരം വിട്ട് അകലാൻ പറഞ്ഞാൽ നഗരത്തിലുള്ള സ്ഥലവും വീടും വിട്ടിട്ട് പോകാനല്ല അതിൻ്റെ അർത്ഥം. തിരക്കുകളൊക്കെ ഒന്ന് വിട്ടിട്ട് മാറ്. എന്നിട്ട് പാറക്കെട്ടുകളിൽ വാസം ഉറപ്പിക്ക്. പാറക്കെട്ടുകൾ എന്നൊക്കെ ആരുമില്ല, സ്വസ്ഥതയുടെ സമാധാനത്തിൻ്റെ ശാന്തതയുടെ പ്രതീകമാണ്. ഗുഹാപാർശ്വങ്ങളിൽ കൂടുകൂട്ടുന്ന പ്രാവുകളെ പോലെ കഴിയാൻ എന്ന് വെച്ചാൽ തിരക്കീന്നെല്ലാം വിട്ടിട്ട് തമ്പുരാൻ്റെ അടുത്തൊന്ന് ശാന്തമാകാനാണ് വചനം. ഹല്ലേലൂയ. നിങ്ങൾ നഗരം വിട്ട് അകലാൻ പറഞ്ഞാൽ നഗരത്തിലുള്ള സ്ഥലവും വീടും വിറ്റ് പോകാനല്ല, മറിച്ച് തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് പിൻവാങ്ങ്. എപ്പോഴും ഈ തിരക്കൊന്ന് ചുമ്മാ നമ്മൾ ഉണ്ടാക്കി പറഞ്ഞതാ. വയ്യാണ്ടൊന്ന് വീണാൽ തീരാവുന്നേ ഉള്ളൂ ഈ തിരക്കൊക്കെ, അല്ലേ? തിരക്കൊക്കെ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് വിട്, എന്നിട്ടൊന്ന് ശാന്തമാക്. തമ്പുരാൻ ബാക്കി ജീവിതത്തെ നയിച്ചോളും. പുറപ്പാട് 14:14 നിങ്ങൾ ശാന്തമായി ഇരുന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളാം. സങ്കീർത്തനം 110:1 ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്ക്. തമ്പുരാൻ്റെ അടുത്ത് ഇരിക്കാൻ തുടങ്ങിയ ബാക്കി തമ്പുരാൻ ക്രമീകരിച്ചോളൂ. ഗാനത്തോടൊപ്പം ചേർന്ന് ദിവ്യകാരുണ്യ ഈശോയെ അൾത്താരയിലേക്ക് സ്വീകരിച്ച് നമ്മളെ പാടി പ്രാർത്ഥിക്കുകയാണ്. ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ചോ, ജീവിതത്തിൽ തിരക്കുകളൊക്കെ ഇത്തിരി കുറച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാനായിട്ട് സമയം കണ്ടെത്താനായിട്ട് പരിശ്രമിച്ചോ. അതിൽ അനുഗ്രഹമുണ്ട്, അതിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, അതിൽ തൃപ്തിയുണ്ട്. അതിലേ തൃപ്തിയുള്ളൂ. ഹല്ലേലൂയ. ഗാനത്തോടൊപ്പം ചേർന്ന് ഈശോയെ സ്വീകരിച്ച് പാടി പ്രാർത്ഥിക്കാം. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സന്നദ്ധയിൽ അങ്ങയുടെ മക്കൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഈ സമയം അങ്ങയുടെ കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോട് ചേർന്നിരിക്കാനുള്ള കൃപാവരം, അങ്ങയെ അനുഭവിക്കാനുള്ള കൃപാവരം, അങ്ങയുടെ കരം പിടിച്ച് ജീവിക്കാനുള്ള കൃപാവരം, അങ്ങയിൽ സന്തോഷം കണ്ടെത്താനുള്ള കൃപാവരം, അങ്ങയിൽ ആനന്ദം കണ്ടെത്താനുള്ള കൃപാവരം കർത്താവേ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇഷ്ടങ്ങളൊന്നുമേ വേണ്ട യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എൻ്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന. പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. പാടി നോക്കിക്കേ. ആരാധന 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അബ്രാഹത്തിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവമേ
അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപികളായി ഞങ്ങളെ തേടി വന്ന ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിച്ച ദൈവമേ, ഞങ്ങളെ നേടിയെടുത്ത ദൈവമേ, നിനക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, സ്നേഹനിധിയായ തമ്പുരാനെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന ദൈവമേ, നന്ദി ദൈവമേ, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമാകുന്നു. അങ്ങയുടെ അങ്കണത്തിലെത്തുവാൻ എൻ്റെ ആത്മാവ് വാഞ്ചിച്ച് തളരുന്നു. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ കർത്താവേ, അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണല്ലോ. ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വസിക്കുന്നതിനേക്കാൾ അങ്ങയുടെ ഭവനത്തിൻ്റെ വാതിൽ കാവൽക്കാരനാകാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കർത്താവേ, കർത്താവേ, അങ്ങയുടെ ആലയത്തിൽ അങ്ങയുടെ മക്കൾ അങ്ങയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവേ, ഞങ്ങളുടെ നേരെ അങ്ങയുടെ കരങ്ങൾ നീട്ടണമേ. അങ്ങേ ദാസീദാസന്മാരുടെ മേൽ കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ കൃപയൊഴുക്കണമേ. അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ സ്നേഹം കൊണ്ട് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്തിന് കരം നീട്ടണമേ. ഞങ്ങളുടെ മനസ്സ് നിറയട്ടെ, ഞങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ, അങ്ങ് നൽകുന്ന സന്തോഷം കൊണ്ട് നിറയട്ടെ. ഞങ്ങളുടെ ഉള്ളിൽ സമാധാനം നിറയട്ടെ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിറയട്ടെ, സ്വസ്ഥത നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. തിന്മയുടെ കെട്ടുകളെല്ലാം കർത്താവേ, അങ്ങയുടെ ശക്തിയുള്ള നാമത്തിൽ ഞങ്ങളെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ സാക്ഷികളായിട്ട് ജീവിക്കട്ടെ. മറ്റെല്ലാത്തിനേക്കാൾ ദൈവമേ, നിന്നെ സ്വന്തമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ എന്ന് വിളിച്ചോ. യേശുവേ, 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 യേശുവേ. കർത്താവേ, സമൂഹത്തിന് മേൽ അങ്ങയുടെ കൃപാവരം നിറച്ചു തരണമേ. ഞങ്ങൾ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ കൺവെൻഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ വന്നിട്ട് ഒരാൾ പോലും വെറും കൈയോടെ പോകാൻ കർത്താവേ അനുവദിക്കരുതേ. ഒരായുസ്സിന് വേണ്ട കൃപ ഇവർക്ക് അങ്ങ് നിറച്ചു കൊടുക്കണമേ. ഇവരെല്ലാവരും സന്തോഷം കൊണ്ട് നിറയട്ടെ, ദുഃഖഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ, അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ ജീവിത രീതികളെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയപ്പെടട്ടെ. അവിടുത്തെ കൃപാവരം നിങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തി നിങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളടിച്ച് കൈകളടിച്ച് സ്തുതിച്ചേ, കൈകളടിച്ച് കൈകളടിച്ച് സ്തുതിച്ചോ. ദിവ്യകാരുണ്യ ശക്തി എല്ലാവരും നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, കൂട്ടായ്മയിൽ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.